എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയം സ്റ്റേജും ക്യാൻസറും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരിക്കും, നമ്മുടെ ഈ സ്റ്റേജിലാണ് കണ്ടുപിടിച്ചത്, ആ സ്റ്റേജിലാണ് കണ്ടുപിടിച്ചത്, എൻ്റെ റിലേറ്റീവിന് ഈ സ്റ്റേജ് ആയിരുന്നു, എൻ്റെ ഫ്രണ്ടിന് ആ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റേജിങ് എന്ന് പറഞ്ഞത് ഒരു ക്യാൻസർ ചികിത്സിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു മാനദണ്ഡമാണ്. കാരണം ബാക്കിയുള്ള അസുഖങ്ങളിൽ നിന്ന് ക്യാൻസറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ച് വേറൊരു ഭാഗത്തിലേക്ക് എത്താൻ കഴിവുള്ളൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് ഉത്ഭവസ്ഥലം, അതനുസരിച്ച് ഏതെല്ലാം ഭാഗങ്ങളിലെത്തി, ഉത്ഭവസ്ഥലത്തുള്ള വലിപ്പം, ഉത്ഭവസ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസം, അത് എത്തിയ ഭാഗത്തുണ്ടാക്കിയിട്ടുള്ള വ്യത്യാസം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജിങ് എന്നറിയപ്പെടുക. ഉദാഹരണത്തിന് നമുക്കൊരു സ്തനാർബുദം എടുക്കാം. സ്തനത്തിൽ മാത്രം ഉത്ഭവിച്ചാൽ, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററിൽ ചെറുതായിട്ടുള്ള മുഴയാണെങ്കിൽ അത് 1ാം സ്റ്റേജാണ്. അതൊരു കക്ഷത്തിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ താഴത്തോട്ട് ഉള്ള കഴലകളിലേക്ക് എത്തിയാൽ അത് സ്റ്റേജ് 2 ആയി മാറും. അത് കഴുത്തിലേക്ക് എത്തിയാൽ അത് സ്റ്റേജ് 3 എന്നാണ് അറിയപ്പെടുക. നേരെ തിരിച്ച് എല്ലുകളിലേക്കോ ലങ്സിലേക്കോ ലിവറിലേക്കോ എത്തിയാൽ അത് സ്റ്റേജ് 4 എന്നറിയപ്പെടും. അപ്പോൾ ഒരു സ്റ്റേജിങ് ചെയ്യാതെ ഒരു ക്യാൻസർ ചികിത്സ പൊതുവെ കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം അതനുസരിച്ചിട്ട് നമ്മുടെ ചികിത്സയും നമ്മുടെ ഔട്ട്കവും, ചികിത്സ ഫലിക്കുന്നതും വളരെ വ്യത്യസ്തമാണ്. സ്റ്റേജിങ് ആണോ എല്ലാം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എല്ലാം സ്റ്റേജിലാണ് നമ്മുടെ ഔട്ട്കം ഉള്ളത് എന്ന് പറയാനുള്ളതുമല്ല ഇപ്പോഴത്തെ കാലത്തെ പഠനങ്ങൾ. ഉദാഹരണത്തിന്, ചില 1ാം സ്റ്റേജിലുള്ള സ്തനാർബുദങ്ങൾ ചികിത്സ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. ചില 3ാം സ്റ്റേജുകൾ മുഴുവനായിട്ട് മാറുന്നു. അപ്പോൾ സ്റ്റേജ് മാത്രമല്ല അവസാന വാക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സ്റ്റേജിന് പുറമേ ബയോളജി ഓഫ് ദ ഡിസീസ്. അപ്പോൾ എല്ലാ ക്യാൻസറും ഒന്നല്ല, സ്റ്റേജ് ഉണ്ടെങ്കിലും സ്റ്റേജിന് പുറമേയും വേറെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4, എനിക്കിനിപ്പോൾ ഒരു ചികിത്സയൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേജിങ് മസ്റ്റാണ്. പക്ഷെ സ്റ്റേജിന് പുറമേയും വേറെ കുറേ അഡീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട് ഒരാളുടെ ഔട്ട്കം അല്ലെങ്കിൽ എത്ര നന്നായി ചെയ്യും എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു.